നമസ്കാരം. മുഴുനീള വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. വയനാട് രാഹുൽ ഗാന്ധിയും ആലപ്പുഴയിൽ KC വേണുഗോപാലും സ്ഥാനാർത്ഥികൾ. വയനാട് ഫോമർ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധി, കോഴിക്കോട് ശ്രീ MK രാഘവൻ, തിരുവനന്തപുരം ഡോക്ടർ ശശി തരൂർ, തൃശൂർ K മുരളീധരൻ. കണ്ണൂരിൽ K സുധാകരൻ തന്നെ, വടകരയിൽ ഷാഫി പറമ്പിൽ. തൃശൂരിൽ നാളെ മുരളി മന്ദിരത്തിൽ നിന്ന് പ്രചരണം തുടങ്ങുമെന്ന് K മുരളീധരൻ. പത്മജ വേണുഗോപാലിന് തിരുവനന്തപുരത്ത് സ്വീകരണമൊരുക്കി BJP. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പത്മജ. ഒറ്റ കാര്യത്തിലാണ് എനിക്കിഷ്ടം. ഏത് പാർട്ടിക്കും ശക്തനായിട്ടുള്ള നേതാവ് വേണം. അത് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. മലപ്പുറത്ത് K കരുണാകരന്റെ ചിത്രം പതിച്ച BJPയുടെ ഫ്ലെക്സ് ബോർഡ്. പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. കടമെടുപ്പ് പരിധി ഉയർത്തൽ ചർച്ച പരാജയം. കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളി. അധിക തുക അനുവദിക്കാനാവില്ലെന്ന് കേന്ദ്രം. കേരളം ആവശ്യപ്പെട്ടത് 19,370 കോടി. രാജ്യത്ത് ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വില കുറച്ചു. സിലിണ്ടറിന് കുറച്ചത് 100 രൂപ. വനിതാ ദിന സമ്മാനമെന്ന് പ്രധാനമന്ത്രി. തൃശൂർ വെള്ളിക്കുളങ്ങരയിൽ നിന്ന് കാണാതായ കുട്ടികൾക്കായി അന്വേഷണം ഊർജിതം. 2 കുട്ടികളെ കാണാതാകുന്നത് ഒരാഴ്ച മുൻപ്. കാണാതായത് സജിക്കുട്ടൻ, അരുൺകുമാർ എന്നിവരെ. ഇടുക്കി കട്ടപ്പനയിൽ ഇരട്ട കൊലപാതകം നടന്നെന്ന വെളിപ്പെടുത്തലിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. വീട്ടിൽ പൂജകളും ആഭിചാരക്രിയകളും നടത്തിയതിന്റെ തെളിവുകൾ കണ്ടെത്തി. പ്രതികളിലൊരാളായ നിതീഷ് പൂജാരി എന്ന് പോലീസ്. 3 മാസം മുൻപ് കൊല്ലപ്പെട്ടത് നവജാത ശിശുവും വൃദ്ധനും. ധരംശാല ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ലീഡ്. രോഹിത് ശർമ്മയ്ക്കും ശുഭ്മാൻ ഗില്ലിനും സെഞ്ചുറി. 2ാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 473 റൺസ് എന്ന നിലയിൽ. കളമൊരുങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. വയനാട് രാഹുൽ ഗാന്ധിയും ആലപ്പുഴയിൽ KC